നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അച്ചുവും ഗ്യാങ്ങും തള്ളിക്കയറി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വേറെ എങ്ങോട്ടേക്കുമല്ല, കാന്താര കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് റിവ്യൂ നമ്മൾ കാന്താരയെ പറ്റി കേട്ടു. കാന്താരയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരുടെ ദേഹത്ത് പ്രേതം കൂടി, ഇവരുടെ ദേഹത്ത് ദൈവം കൂടി എന്നൊക്കെ. അപ്പോൾ എന്താണ് വിശേഷമെന്നറിയാൻ വേണ്ടി ഞങ്ങളും എത്തി. സ്വന്തം സീറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ ഇരുട്ടത്ത് തപ്പുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ദാ വന്ന് വീഴുന്നു ഒരു കൂട്ടത്തി. ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ സ്ക്രീനിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. കാന്താര തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് വിശേഷം എന്നുള്ളതിന് ഞാൻ പറയാതെ നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ടോളൂ. കാന്താര തുടങ്ങിക്കഴിഞ്ഞ് കാണുന്നത് മൊത്തവും അമ്പീറും തീകത്തലും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയപ്പോഴേക്കും തന്നെ കല്ലു കരച്ചിൽ തുടങ്ങി. കല്ലുവിൻ്റെ പണി കല്ലു വളരെ ഭംഗിയായി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ പിന്നെ കല്ലുവിൻ്റെ കരച്ചിലായിരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അച്ചു പറഞ്ഞത്, എന്നാൽ പിന്നെ ഞാൻ പോയി പോക്കോൺ മേടിച്ചിട്ട് വരാമെന്ന്. പോക്കോണെന്ന് കേട്ടപ്പോൾ തന്നെ കല്ലുവിന് പകുതി ആശ്വാസമായി. പോക്കോൺ കണ്ടു കഴിഞ്ഞപ്പോൾ കല്ലു മുഴുവനായിട്ട് ഹാപ്പിയായി. അപ്പോഴാണ് ദാ കത്തിപ്പടരുന്ന തീ മുന്നിലേക്ക് വീഴുന്നത്.